കേരള രാഷ്ട്രീയത്തിലെ ഹാസ്യതാരം, നർമ്മഭാഷണത്താൽ ആരെയും പിടിച്ചിരുത്താൻ കഴിവുള്ള രാഷ്ട്രീയക്കാരൻ, കർക്കശമായ നേതൃപാടവം, ഇങ്ങനെ ഉഴവൂർ വിജയൻ എന്ന NCPയുടെ ഈ ദേശീയ നേതാവ് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. നമുക്കറിയാം, ATM കൗണ്ടർ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വഴി നീളെയുള്ള ഈ ATM കൗണ്ടറുകൾ സ്വച്ഛ് ഭാരത് ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ടോയ്ലറ്റുകളാക്കി മാറ്റണം എന്ന അഭിപ്രായമാണ് എനിക്കിവിടെ ആദ്യമായി രേഖപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കേട്ടാൽ പിന്നെ ആർക്കും മറക്കാൻ കഴിയാത്ത നർമ്മപ്രഭാഷകൻ, തലമുതിർന്ന നേതാക്കളെ പോലും നർമ്മത്തിൻ്റെ കൂരമ്പ് കൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന വേട്ടക്കാരൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഉഴവൂർ വിജയനെ. അതുകൊണ്ട് തന്നെ ഉഴവൂറിന് രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്ത് തൻ്റേതായ ആരാധകരെ സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നു. മറ്റ് നേതാക്കന്മാരെത്തും മുമ്പേ വേദിയിലെത്തി പ്രസംഗം തുടങ്ങി പ്രവർത്തകരെ കയ്യിലെടുക്കാനുള്ള ഉഴവൂരിൻ്റെ കഴിവ് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിനും ഇല്ല എന്ന് തന്നെ പറയാം. ഈ കണക്കിന് മുമ്പോട്ട് പോയാൽ എല്ലാവരും ധർമ്മക്കാരായി വരേണ്ടതായ സ്ഥിതി വരും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മിക്കവാറും നരേന്ദ്രമോദിയുടെ അവസ്ഥയും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് NCP സംഘടിപ്പിച്ച ഉണർത്ത് യാത്രയിലൂടെ കേരളത്തിലുടനീളം തമാശ കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഉഴവൂർ വിജയനെ രാഷ്ട്രീയ കേരളം അത്ര പെട്ടെന്ന് മറന്നിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തമായ പ്രമേഹത്തിൻ്റെ പിടിയിലായിരുന്നു ഈ നേതാവെങ്കിലും ഇൻസുലിൻ കുത്തിവെച്ച് പോലും തൻ്റെ അണികളെ കാണാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു ഈ നേതാവ്. അങ്ങനെ മധുരമുള്ള നിമിഷങ്ങൾ തൻ്റെ പാർട്ടി പ്രവർത്തകർക്കും ആരാധകർക്കും സമ്മാനിക്കുന്നതിൽ എന്നും ശ്രദ്ധ നൽകിയിരുന്ന ഉഴവൂർ ഇന്ന് നർമ്മവും പ്രസംഗവും ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയാകുമ്പോൾ വലിയൊരു വിടവ് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന് ബാക്കിയാകുന്നത്. ആർക്കും അത്ര പെട്ടെന്ന് നികത്താനാവാത്ത വിടവ്.